നോക്കൂ, നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാകില്ലേ? അതെ, നമ്മൾ തയ്യാറാണ്. അതെ ലൈലി, നമ്മൾ രക്ഷപ്പെട്ടു എന്നത് സത്യം. പക്ഷേ റെക്സും അവന്റെ സൈന്യവും അടങ്ങിയിരിക്കില്ല. അവർ നമ്മളെ തേടി വരും, ഉറപ്പാണ്. വന്നോട്ടെ. നമ്മളിപ്പോ പഴയതുപോലെയല്ല. കാട്ടിലെ ബാക്കി മൃഗങ്ങളും നമ്മോടൊപ്പം ഉണ്ട്. പക്ഷെ നമ്മുടെ അടുത്ത ലക്ഷ്യം എന്താണ് ലൈലി? വെറുതെ ഗുഹയിൽ ഒളിച്ചിരുന്നാ മതിയോ? ഒരിക്കലുമില്ല. നമ്മൾ ഒളിച്ചിരിക്കാനല്ല ഈ പോരാട്ടം തുടങ്ങിയത്. നമ്മുടെ സമയം തീരുന്നു. നമ്മൾ വേഗം പ്രവർത്തിക്കണം. ഈ കാട്ടിൽ നിന്ന് ഹൈറാറ്റ് കൊള്ളക്കാരെ എന്നേക്കുമായി ഓടിക്കണം. അല്ലെങ്കിൽ വലിയ അപകടം സംഭവിക്കും. ഹൈറാറ്റുകളുടെ പ്രധാന ആയുധപ്പുര എവിടെയാണെന്ന് നമുക്ക് കണ്ടെത്തണം. അത് തകർത്താൽ അവരുടെ പകുതി ശക്തിയും പോകും. എനിക്കറിയാം. കഴിഞ്ഞ ദിവസം ഹൈറാറ്റുകളുടെ സൈന്യം ചതുപ്പിനപ്പുറത്തുള്ള കരിങ്കൽ ഗുഹയിലേക്ക് പെട്ടികൾ കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടു. അവിടെയാണ് അവരുടെ രഹസ്യ താവളം. എങ്കിൽ നമ്മുടെ അടുത്ത നീക്കം അങ്ങോട്ടാണ്. ഇന്ന് രാത്രി തന്നെ നമ്മൾ അവിടേക്ക് പുറപ്പെടണം. നമുക്കിത് ചെയ്യാൻ കഴിയും. ഞങ്ങളുണ്ട് മുന്നിൽ. ഹൈറാറ്റുകൾ നമ്മുടെ ശക്തി അറിയണം. അപ്പു, നീയും നിന്റെ കൂട്ടുകാരും ചേർന്ന് ആ കവാടം തകർക്കണം. അവരുടെ കാവൽക്കാർക്ക് ചിന്തിക്കാൻ പോലും സമയം കൊടുക്കരുത്. വേഗം വരൂ. ആയുധപ്പുര ഈ ഇടനാഴിയുടെ അറ്റത്താണ്. നിങ്ങളുടെ അഹങ്കാരം ഇന്ന് ഇവിടെ അവസാനിക്കും. ഹൈറാറ്റുകളുടെ പ്രധാന സൈന്യം എത്തുന്നതിന് മുൻപ് നമ്മൾ അവിടെ എത്തണം. ഗുഹയുടെ വലതുവശത്തെ വാതിൽ ഇപ്പോൾ സുരക്ഷിതമാണ്. നമുക്ക് അങ്ങോട്ടേക്ക് നീങ്ങാം. മുന്നോട്ട് ശക്തിയുടെ വിജയം, വിജയം, വിജയം. ആയുധങ്ങൾ കൂട്ടിമുട്ടി തീയുയർത്തണം. ഭീരുക്കളെ ഓടിടല്ലേ, കാൽ കീഴിൽ ഭൂമി വിറയ്ക്കട്ടെ. ഞങ്ങൾ വരുന്നു അലറുന്ന സിംഹങ്ങളെ പോലെ. ഇത് അവിശ്വസനീയമാണ്. നോക്കൂ, ആ ആയുധങ്ങൾ. ആയുധങ്ങൾ. ഇത് വെറും അമ്പുകളല്ല അലൻ. ഇതിൽ വിദേശ സാങ്കേതിക വിദ്യയുണ്ട്. സമയം കളയണ്ട. ഹൈറാറ്റുകൾ സൈന്യവുമായി തിരിച്ചു വരുന്നതിന് മുമ്പ് നമുക്കിത് ഇവിടുന്ന് മാറ്റണം. വേഗം പെട്ടികൾ കഴുതകളുടെ പുറത്ത് ഉറപ്പിക്കുക. താഴെ വീഴാതെ നോക്കണം. ഗുഹയുടെ പിൻഭാഗത്തെ വഴിയിലൂടെ വേണം പുറത്തു കടക്കാൻ. വേഗമാവട്ടെ. ഇരുളിലേക്ക് നീങ്ങുക. അവര് വരുന്നുണ്ട്. ചിക്കി ചിക്കി, ആ വഴി, വേഗത്തിൽ. എല്ലാവരും തയ്യാറാണോ? മുന്നോട്ട്. ഞങ്ങളിതാ വരുന്നു. ലൈലി, അവരെല്ലാ ഭാഗത്തുനിന്നും വരുന്നുണ്ട്. ആയുധമെടുക്ക്.